ഹലോ നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പൊ ഇന്നലെ നമ്മൾ സാമ്പാറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് മസാല ദോശയാണ് ഉണ്ടാക്കണത്. അപ്പൊ അതിനായിട്ട് ഇതേ നമ്മൾ വേഗം തന്നെ വെജിറ്റബിൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉരുളൻകിഴങ്ങും ഒരു പകുതി ഈ ഉരുളൻകിഴങ്ങും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ടും ഒരു ചെറിയ ക്യാരറ്റും എടുത്തുള്ളത്. അപ്പൊ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ സവാളയും ഉരുളൻകിഴങ്ങും ക്യാരറ്റും ബീറ്റ്റൂട്ടും എല്ലാം ഇഞ്ചിയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ എങ്ങനെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല, നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതാണത്. വേവിച്ച് നമ്മളിത് ഉടച്ചെടുക്കണതാണ്. അപ്പൊ ഇതേ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതായത് എല്ലാം കൂടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇടണം. അപ്പൊ അതേ അരിഞ്ഞെടുത്ത പച്ചക്കറികളൊക്കെ കുക്കറിലേക്ക് ഇട്ടു. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു. അതിന്റെ താഴത്ത് നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് നമ്മളിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പൊ അത് വെന്ത് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് ചട്നി കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉഴുന്നും കറിവേപ്പിലയും വറ്റൽമുളകിട്ട് മൂപ്പിച്ചെടുത്ത് ഒന്ന് താളിച്ചെടുക്കണം. അപ്പൊ ഈ സമയത്ത് നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉഴുന്നും ഇട്ടു. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തു. അപ്പൊ അതേ കടുകും ഉഴുന്നും കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു പകുതി സവാള കൂടി അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. 1-2 മിനിറ്റ് ഒന്ന് ചെറുതായി ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വല്ലാണ്ട് വഴണ്ട് വരണ്ട. സവാള ഒന്ന് വാടിയ നമുക്ക് മസാല അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല നമ്മൾ കുക്കറിൽ അടിച്ചെടുത്ത് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല റെഡിയായി. ഇത് നമ്മുടെ ദോശ കല്ലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് മാവ് ഒഴിച്ച് ചുറ്റിച്ച് ഒന്ന് പരത്തിയെടുക്കണം. ആവശ്യത്തിനുള്ള നെയ്യും കൂടി പുരട്ടി നന്നായി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് മസാല വെച്ച് ഒന്ന് ചുരുട്ടിയെടുക്കാം.
ദോശയ്ക്ക് നന്നായി മുരിഞ്ഞു വന്നപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് ആവശ്യത്തിനുള്ള മസാല വെച്ച് കൊടുത്ത് ഇനി ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ചട്ടിയും സാമ്പാറും പിന്നെ നല്ലൊരു കാപ്പിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് മസാല ദോശ തിന്നണം തോന്നിയാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ. പിന്നെ ഇത് ഉച്ചക്കലത്തേക്കായിട്ട് നമ്മൾ ഒരു ഒഴിച്ചുകറിയും ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉപ്പേരിക്കായിട്ട് പപ്പായയാണ് എടുത്തുള്ളത്. അപ്പം അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതേ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഒഴിച്ചുകറിയായി ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായും ഉണക്കച്ചെമ്മീനും മാങ്ങയാണ്. അപ്പം അതേ പപ്പായും അരിഞ്ഞെടുത്തിട്ടുണ്ട്, മുരിങ്ങക്കായും അതുപോലെ തന്നെ മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീൻ്റെ വാലും തലയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി ഇതൊന്ന് വറുത്തെടുക്കണം. ഇതേ മൺചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ കഴുകിയെടുത്തുള്ള മുരിങ്ങക്കായ, മാങ്ങ, പിന്നെ വറുത്ത് വെച്ചുള്ള ഉണക്കച്ചെമ്മീൻ ഇത്രയും ഇട്ട് പിന്നെ അതിലേക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങക്കായും മാങ്ങയൊക്കെ നന്നായി വെന്ത് ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നു. അപ്പോൾ നമ്മളിതിലേക്ക് നാളികേരം അരച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം അരമുറിയോളം നാളികേരം നന്നായി അരച്ചെടുത്തുള്ളതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അത് താളിച്ചെടുക്കാം. അപ്പോൾ അത് താളിക്കാനായിട്ട് നമ്മൾ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കാം. അപ്പോൾ ദേ ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് താളിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ പപ്പായ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തുള്ളത്. ഉപ്പേരി കാച്ചിയെടുക്കാനായിട്ട് ദേ ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറിയുള്ളി ചതച്ചതും ഒരു പച്ചമുളക് ചതച്ചതും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് 1-2 സെക്കൻഡ് അതും കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം 2 ചെറിയ കൈപ്പിടി നാളികേരം കൂട്ടിയിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതേ 3-4 മിനിറ്റ് ചെറിയ തീയിൽ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നാളികേരമൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചുള്ള പപ്പായ അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചീയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.